ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പിസ്സയാണ് കേട്ടോ. അതിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കച്ചപ്പ്, സൈത്തൂൻ, ബ്ലാക്ക് ഒലിവ്, വൈറ്റ് ഒലിവ്, പിസ്സ സോസ്, പിന്നെ കളർ ക്യാപ്സിക്കം. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. അരിഞ്ഞ് വെച്ചിട്ടുള്ള നമുക്ക് കളർ ക്യാപ്സിക്കം, അതെല്ലാം കൂടെ മഷ്റൂം, അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. ഇത് 3 ഐറ്റംസ് കളർ ക്യാപ്സിക്കമാണ് കേട്ടോ. പിന്നെ കുറച്ച് മഷ്റൂമും ഇതും കൂടെ ഇട്ടൊന്ന് നല്ലോണം ഒലിവ് ഓയിൽ വാട്ടുക. ഒലിവ് ഓയിലില്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ നല്ലത് മതി, സൺഫ്ലവർ മതി. പിന്നെ അതിൻ്റെ കൂടെ കറുത്ത ഒലിവും വെള്ള ഒലിവ്, ബ്ലാക്ക് ഒലിവ്, വൈറ്റ് ഒലിവ് ഇതും കൂടെ ഇട്ട് മിക്സ് ആക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് തക്കാളി പേസ്റ്റ്, കുറച്ച് പിസ്സ സോസ്, പിന്നെ കുറച്ച് കച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. നമുക്കിതേ മസാല തന്നെ നമുക്ക് പിസ്സ, നമ്മൾ ചപ്പാത്തിയിൽ നമുക്കിതേ തന്നെ വെച്ച് നമുക്ക് പിസ്സ ആക്കി എടുക്കാം. ഇത് ബ്രെഡിൽ റെഡിയാക്കാനാണ് ഞാൻ ചെയ്യുന്നത്. മസാലയൊക്കെ ഒന്ന് ക്ലിക്കായി കുറച്ച് വൈറ്റ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മസാല റെഡി ആയിട്ടുണ്ട് പിസ്സയുടെ. നമുക്കിനി അടുത്ത് ബ്രെഡിലോട്ട് സെറ്റ് ചെയ്യാം. അതിലേക്ക് വേണ്ടത് നമുക്ക് ചീസ് വേണം. ബ്രെഡ് ബ്രൗണാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി ആയാലും മതി, പിസ്സയുടെ ചപ്പാത്തി ഉണ്ടല്ലോ അതായാലും മതി. ഇത് സ്ലൈസ് ചീസ്, പിന്നെ മസാല ചീസാണ് കേട്ടോ പിസ്സയ്ക്ക്. നേരെ ബ്രെഡിലോട്ട് നിരത്തുക. കുറച്ച് മൊസറല്ല, പിസ്സ ചീസ്, കുറച്ച് സ്ലൈസ് ചീസ്, ഇതെല്ലാം കൂടെ മീതെ വെച്ച് നിരത്തുക. അപ്പോൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഓയിലിട്ട് കട്ട്. ഇത് കുറച്ച് വേറൊരു ഐറ്റംസ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ബാക്കി ബ്രെഡ് വെച്ചിട്ടുള്ളത് അത് ചീസിനാണ്, അത് പ്രത്യേകം. കറുത്ത സാധനം അതൊരു എള്ളാണ്. എള്ള് ഒലിവ് ഓയിലും കുഴച്ചതാണ് സൈഡിൽ, അത് വെറൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ പിസ്സയും അതെല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ഓളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പിസ്സയ്ക്കാണ് ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞത്. പിസ്സ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. നേരെ ഒന്ന് മുറിച്ച് പാത്രത്തിലോട്ട് നിരത്തുക. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ